വയനാട്ടിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. കൈവശക്കാരുമായി ചർച്ച ചെയ്ത നടപടികൾ വേഗത്തിലാക്കും. ശത്രുതാപരമായി ഭൂമി ഏറ്റെടുക്കുന്ന നിലപാടില്ല. പുനർനിർമ്മാണം വൈകി എന്ന വാർത്തകൾ തെറ്റെന്നും കെ രാജൻ തിരുവനന്തപുരത്ത് പറഞ്ഞു. പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നു. പ്രശാന്ത്, ഭൂമി സർക്കാരിന് ഏറ്റെടുക്കാം വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് എന്നുള്ള ഹൈക്കോടതി വിധിക്ക് ശേഷമായിരുന്നു റവന്യൂ മന്ത്രി കെ രാജൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. പുനരധിവാസം വൈകിയിട്ടില്ല, പക്ഷേ വസ്തു ഉടമകളുമായി ഭൂ ഉടമകളുമായി ശത്രുതാ മനോഭാവം വച്ച് പുലർത്തില്ല, തുടർ നടപടികൾ സ്വീകരിക്കുമെന്നാണ് പറഞ്ഞത്. മറ്റെന്തെല്ലാം കാര്യങ്ങളാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തത്? രോഹിണി, കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടൻ തന്നെ ആരംഭിക്കുമെന്ന് കെ രാജൻ പറഞ്ഞു. 25ഓളം സ്ഥലങ്ങൾ ഇതിൽ ഭൗമശാസ്ത്ര വിദഗ്ധരടക്കമുള്ളവർ പരിശോധന നടത്തിയിരുന്നു. അങ്ങനെ പരിശോധന നടത്തി ഭൂകമ്പങ്ങളും അല്ലെങ്കിൽ ഉരുൾപൊട്ടൽ സാധ്യതകളെല്ലാം ഇല്ലാത്ത രീതിയിൽ ജനങ്ങൾക്ക് ഉപയോഗിക്കുവാൻ കഴിയുന്ന രീതിയിലുള്ള വാസസ്ഥലം അങ്ങനെയുള്ള 9 സ്ഥലങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ആ 9 സ്ഥലങ്ങളിൽ നിന്നും തിരഞ്ഞെടുത്ത 2 സ്ഥലങ്ങളിൽ ഈ ടൗൺഷിപ്പ് അടക്കമുള്ള കാര്യങ്ങൾ നിർമ്മിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതുമായി വേണ്ട നടപടിയിലേക്ക് കടക്കുമെന്ന് കെ രാജൻ അറിഞ്ഞു. അതോടൊപ്പം തന്നെ ഈ വിഷയത്തിൽ ജനങ്ങളെ പരമാവധി കുടിയൊഴിപ്പിക്കാതെ, അതായത് സ്ഥലത്തും ജീവിക്കുന്നവരെ അടക്കം ജനങ്ങളെ കുടിയൊഴിപ്പിക്കാതെ പരമാവധി ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാത്ത രീതിയിൽ പ്രശ്നം പരിഹരിച്ച് മുന്നോട്ട് പോകുമെന്നാണ് അറിയുന്നത്. ഏതായാലും നിർമ്മാണ പ്രവർത്തനങ്ങളടക്കം ആരംഭിക്കും. അടുത്ത പുതുവത്സരത്തോടു കൂടി ഇതിന്റെ നടപടിക്രമങ്ങളിലേക്കെല്ലാം നീങ്ങുമെന്നും കെ രാജൻ പറയുകയുണ്ടായി. ബലം പ്രയോഗിച്ച് ആരുടെയും ഭൂമി സ്വീകരിക്കുന്ന നിലപാട് സർക്കാരില്ല. മാത്രമല്ല, അതിന്റെ മുന്നൊരുക്കങ്ങളുടെയൊക്കെ ഭാഗമായിട്ട് എല്ലാ വശങ്ങളും നോക്കിക്കൊണ്ട് മാത്രമായിരിക്കും ഈ നിർമ്മാണ പ്രവർത്തികളിലേക്ക് കടക്കുക. അതോടൊപ്പം തന്നെ വേഗത്തിൽ ഇത് പൂർത്തീകരിച്ച് ജനങ്ങൾക്ക്, അതായത് ഈ മേഖലയിൽ ദുരന്ത നിവാരണ മേഖലയിൽ താമസിക്കുന്നവർ, ദുരന്തത്തിൽപ്പെട്ടവർക്ക് കൊടുക്കുന്നതിനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുമെന്നും പറഞ്ഞു. എന്തായാലും ഈ കോടതി വിധിയുടെ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ പ്രതികരിച്ചത്. അതോടൊപ്പം തന്നെ അദ്ദേഹം മറ്റൊരു കാര്യം പറഞ്ഞു. കോടതി വിധിയിൽ പറഞ്ഞ കാര്യങ്ങൾ വൈകുന്നു എന്ന് പറഞ്ഞതിൽ അങ്ങനെ വൈകുന്ന നടപടികളൊന്നും ഉണ്ടായിട്ടില്ല. കോടതി വിധി വരുമ്പോഴും അല്ലെങ്കിൽ അതിനു മുമ്പും സമാനമായ രീതിയിൽ വേഗത്തിൽ തന്നെ കാര്യങ്ങൾ നടക്കുകയാണെന്ന് പറയുകയും ചെയ്തു. ഏതായാലും കോടതിയുടെ വിധിയുടെ കൂടി പശ്ചാത്തലത്തിൽ ഉടൻ തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അതോടൊപ്പം തന്നെ കുടിയൊഴിപ്പിക്കുക, സ്ഥലമേറ്റെടുപ്പുകൾ അടക്കമുള്ള കാര്യങ്ങൾ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുമെന്നും കെ രാജൻ അറിയിച്ചു. രോഹിണി. ശരി, പ്രശാന്ത് ശങ്കരമംഗലത്താണ് വിവരങ്ങൾ നൽകിയത്.